നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുജ്ജന്മ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ്? സോൾമേറ്റ് റിലേഷൻഷിപ്പാണോ, കാർമിക് റിലേഷൻഷിപ്പാണോ, അതോ ട്വിൻ ഫ്ലെയിം ജേണിയാണോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷന് കാരണക്കാരായത് യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ തെറ്റാണോ, അതോ നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റാണോ, അതോ ഒരു തേർഡ് പേഴ്സൻ്റെ തെറ്റാണോ? ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ ഉറപ്പായിട്ടും വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കൽ പോലും ലൈഫിലേക്ക് സ്വീകരിക്കാതിരിക്കുക, അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോയുടെ അവസാനം ഒരു ചെറിയ ഒരു റിച്വൽ കാണിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ വെച്ചിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആരാണോ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് 5 of Wands, Page of Swords, the Star card, 4 of Swords, 7 of Swords, 4 of Cups, Justice card, 2 of Cups, the Moon card, Queen of Pentacles, the Death card, 8 of Pentacles, the Hanged Man, 10 of Pentacles, 3 of Wands, 2 of Pentacles, 10 of Swords, King of Cups, 8 of Pentacles, 10 of Cups, the Moon card, the Magician card. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 9 of Wands ആണ്. വീഡിയോയുടെ അവസാനം മഹാദേവന് നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം എന്താണെന്നും മഹാദേവന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നും നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായ ആ ഒരു വഴക്ക് സത്യത്തിൽ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ വ്യക്തിക്കും അറിയില്ല എന്തിനാണ് ഈ ചുമ്മാ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചെയ്തു എന്ന്, അതായത് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സംസാരമാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കലഹത്തിനുള്ള കാരണം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്തുകൊണ്ടാണ് സംശയിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന മറ്റ് കുറച്ച് ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ തേർഡ് പേഴ്സൺ എന്ന് മാത്രം ഇവിടെ പറയാൻ സാധിക്കുകയില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കലഹത്തിന് കാരണം ഒരിക്കലും തേർഡ് പേഴ്സൺ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ തേർഡ് പേഴ്സൺ ആയിരിക്കും ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ. അതിൻ്റെ കൂടെ നിൽക്കാൻ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തേർഡ് പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നിങ്ങളൊന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ഒരു തേർഡ് പേഴ്സണിനും അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് വ്യക്തികളുമുണ്ടല്ലോ, ഈ ഒരു തേർഡ് പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് ഇവരെ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിട്ടേയില്ല. പക്ഷേ നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു മനുഷ്യൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരാളുടെ അടുത്ത് ഒരു കാര്യം മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ചെറിയൊരു സംശയത്തിന് ഇടയുണ്ടാക്കും.
ആ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ വ്യക്തിക്കും സംഭവിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണും അവരുടെ കൂടെയുള്ള വ്യക്തികളും ചേർന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരല്ല ഇതിനൊന്നും ഉത്തരവാദികൾ എന്ന മട്ടിലാണ് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തും അവർ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു മറ്റ് തേർഡ് പേഴ്സണിനോടും അവരുടെ കൂടുള്ള വ്യക്തികളോടും നിങ്ങളുടെ വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ നിങ്ങളാവട്ടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരോട് ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം തീർക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ പോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്നതിൽ നിങ്ങൾ കയറി പിടിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഈ ചോദിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് എന്ന്. അവർ മനസ്സാ വാച ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മട്ടിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എവിടെ പോയിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എന്ത് സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പാസ്റ്റ് റീഡിങ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയോട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാതെ ഒന്ന് പിണങ്ങി മാറി ഇരുന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനെ ഉൾക്കൊള്ളാൻ യാതൊരു രീതിയിലും സാധിക്കുകയില്ലായിരുന്നു. നിങ്ങളുടെ ആബ്സെൻസ് ആണെങ്കിലും, നിങ്ങൾ സംസാരിക്കാത്ത സമയമാണെങ്കിലും, നിങ്ങളുമായിട്ടുള്ള പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ലായിരുന്നു. പിണക്കമാണെങ്കിൽ തന്നെയും, നിങ്ങളെ കാണാതിരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലേക്കായിരുന്നു ഓടി എത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ തന്നെയും, നിങ്ങളായിട്ട് നിങ്ങളുടെ വ്യക്തിയോട് പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വ്യക്തിയായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് സോറി അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് തന്നെ ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എന്താണ് ഈ സംഭവിച്ചത്? നിങ്ങൾക്ക് ഒരു ഊഹവും കിട്ടുന്നില്ല. നിങ്ങളുടെ തലയിൽ ആരോ അടിച്ച ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങളുടെ വ്യക്തി തന്നെയാണോ ഇത്? ഇത്രയൊക്കെ മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഈ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ളത് ഒറ്റ വ്യക്തി മാത്രമല്ല, തേർഡ് പേഴ്സണിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണോ ഇത്ര വേഴ്സായിട്ട് നിൽക്കുന്നത്, ഇത്ര മോശാവസ്ഥയിൽ നിൽക്കുന്നത്, അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു വലിയ ഒരു ഗെയിമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു ഗെയിം കളിക്കുവാൻ നിങ്ങളുടെ വ്യക്തിയെ അവർ ഇരയാക്കി എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ അവർ ആഗ്രഹിച്ചു? അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയായിരുന്നു. ഇവിടെ തേർഡ് പേഴ്സണായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുന്നത് മറ്റ് 2 സ്ത്രീകളാണ് എന്നും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്നത്. ഇതിനകത്ത് പ്രായം ചെന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇൻലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ഇൻലോ ആവാം, നിങ്ങളുടെ സിസ്റ്റർ ഇൻലോ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെയ്ബർ ആവാം. നിങ്ങളുടെ പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സുഹൃത്ത് ആവാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വിചാരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ആവട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ നിസ്സാരമായിട്ടാണ് തകർത്തെറിയാൻ സാധിച്ചത്. ഈ ഒരു വ്യക്തി, ഈ ഒരു തേർഡ് പേഴ്സണും തേർഡ് പേഴ്സണിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ആവശ്യം നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് പേഴ്സണൽ ബെനിഫിറ്റാണ്. അവർക്ക് വന്നുകൊണ്ടിരുന്ന സാമ്പത്തികം നിലച്ചുപോയി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ആവട്ടെ, ആ ഒരു ബെനിഫിറ്റ് മുഴുവനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയാണോ ബെനിഫിറ്റ് ഉള്ളത്, സമയമാവട്ടെ, ഇപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോകുന്നതാവട്ടെ, നിങ്ങളുടെ വ്യക്തി ഒരുപാട് തരത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണും അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതവർക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്നില്ല.
ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുന്നതും സാമ്പത്തികം ചിലവാക്കുന്നതും നിങ്ങൾക്ക് ഒരു ഭംഗിയുള്ളൊരു ഡ്രസ്സ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഓർണമെൻറ്റ്സ് ആവട്ടെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതും നിങ്ങൾക്കുണ്ടായ കുട്ടികൾക്ക് വാങ്ങിച്ചു തരുന്നതും ഈ ഒരു തേർഡ് പേഴ്സണിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഇത് മൊത്തം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനും സെയിം തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രണയിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രണയിച്ചിരുന്നോണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് അവരുടെ കൂടെ ഉള്ളവർക്കും വളരെയധികം അസൂയയായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ടേംസിൽ പോകുന്നതും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സംസാരിച്ചാലും അല്ലെങ്കിൽ സ്നേഹമായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവർ എല്ലാം അസൂയയോടുകൂടി നോക്കിക്കണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും തകർത്തെറിയണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് അവർ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ വിജയിച്ച് നിൽക്കുന്നത് അവരാണ്. കാരണമെന്ന് വെച്ചാൽ അവരെന്താണോ പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇവിടെ ശരിക്കും തോറ്റത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് അങ്ങനെ തോക്കാനുള്ള കാരണമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തി കടന്നു കയറിയിട്ട് ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കറിയാം ആരാണ് കടന്നു കയറി ആരൊക്കെയാണ് പ്രശ്നമുണ്ടാക്കിയെന്ന്. നിങ്ങൾ ശരിക്കും മാനസികമായി തകർന്നിരിക്കുന്നു. ആ തകർച്ചയാണ് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തകരുവാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തകരുവാൻ വേണ്ടിയ ഉള്ള മെയിൻ കാരണമായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ മാനസികമായിട്ടുള്ള തകർച്ച. നിങ്ങൾ മാനസികമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ ഫെയിലായി പോവില്ലായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളും തമ്മിൽ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വേണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാക്കണോ, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ സംശയിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. ആ ഒരു കാരണം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തിയോട് ആ ഒരു സാഹചര്യമൊക്കെ കണക്കാക്കിയതിന് ശേഷം നിങ്ങൾ സംസാരിച്ച് തീർക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് സംസാരിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായിട്ട് വഴക്കുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് എടുത്തു ചാടി സംസാരിക്കാതിരിക്കുക. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചെയ്ത പല തെറ്റുകളും അത് നിങ്ങൾ ചെയ്ത് എന്ന് ആരോപിക്കുമ്പോൾ, നിങ്ങൾ അവിടെ നിരപരാധി ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ച് അവരോട് വഴക്കിടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു ചതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ സ്നേഹം കൊടുത്ത്, നിങ്ങൾ സഹായം കൊടുത്ത്, സാമ്പത്തികം കൊടുത്തിട്ടെല്ലാം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്താണ്? ചതി എന്നാണ് നിങ്ങളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചതിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ്, ഈ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ കുഴപ്പമായിട്ട് കാണുന്നത്. നിങ്ങളാണ് ഇവിടെ സ്ട്രോങ് ആവേണ്ടത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും പിരിയേണ്ടവരല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയൊരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം വരാനുള്ള റീസൺ തന്നെ ആ ഒരു തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്താണോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തത്, അവരെന്താണോ ആഗ്രഹിച്ചത്, അവർ അത് നടപ്പിലാക്കി. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ദുർബലമായിട്ടുള്ളൊരു ഹൃദയം, അതിനെ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ അവർ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി ആ ഒരു ആൾക്കാരുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവർക്ക് തന്നെ സമയം കിട്ടുകയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ പോയിസൺ ഇഞ്ചെക്റ്റ് ചെയ്യാൻ.
അത് സംസാരം കൊണ്ടാവട്ടെ, നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്നും ഡ്രിങ്ക്സിൽ നിന്നും ആകട്ടെ, അത് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണും അവരുടെ കൂടെ ഉള്ളവരും യൂട്ടിലൈസ് ചെയ്തതായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളോട് അതിഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. അത് ആരെയൊക്കെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ അവർ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരെല്ലാവരും ചേർന്ന് നിങ്ങളെപ്പറ്റി പറഞ്ഞത്, നിങ്ങളുടെ ബന്ധത്തെ പറ്റി പറഞ്ഞതൊക്കെ സത്യമാണോ? നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ചതിക്കാൻ സാധിക്കുമോ? അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന്. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ തുടങ്ങിയത്. നിങ്ങളെന്ന വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് ഏകദേശം പോവാറായി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ തുടങ്ങിയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ദാമ്പത്യ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ പറ്റുന്നോ അങ്ങനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തു, ഒരു ഡിസ്ട്രക്ഷൻ തന്നെ സംഭവിച്ചു. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തമ്മിൽ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ വരെ ഈ ഒരു തേർഡ് പേഴ്സണും അവരുടെ കൂടെ തേർഡ് പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും കൂടെ കൊണ്ടെത്തിച്ച്. ഇവിടെ ആർക്കാണ് നഷ്ടമായത്? ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കാണ് നിങ്ങളെ നഷ്ടമായത്. നിങ്ങൾക്ക് കുട്ടികളില്ലാതെ നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന വ്യക്തികൾ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളും സമയങ്ങളുമാണ്. ഇത് ഇനി ഒരിക്കലും അനുവദിച്ച് കൊടുത്തുകൂടാ. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതൊരു വളരെ മറ്റാർക്കും, ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ തന്നെ മറ്റൊരു നെഗറ്റീവ് എനർജീസിന് പോലും നിങ്ങളെ പിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ദുർബലരാവാതിരിക്കുക. നിങ്ങളുടെ മനസ്സിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും, നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറും. ഏതൊരു തേർഡ് പേഴ്സൺ ആവട്ടെ, അവർക്ക് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഒരു തേർഡ് പേഴ്സൺ അകറ്റിയത് അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ബെനിഫിറ്റ്സ് നിങ്ങളുടെ സാമ്പത്തികം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടോ എന്തിനുമാകട്ടെ, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾ ഇപ്പോഴെടുക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സണിന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പ്രണയം എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് സാമ്പത്തികമാണ് വേണ്ടുന്നത്. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ടുള്ള എന്തൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഊറ്റിയെടുക്കാവോ അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും എന്തൊക്കെ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ സ്വർണം പോലും, നിങ്ങളുടെ സാമ്പത്തികം പോലും ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സൻ്റെ അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൈകളിലാകാം. നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു സ്നേഹത്താൽ ഇത്രയും അസൂയ വെച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ക്രൂവലായിട്ടുള്ള രാക്ഷസികളാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവർക്ക് ഉറപ്പായിട്ടും കർമ്മഫലം കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പുറമേ നിന്നുള്ള ഈ ഒരു നെഗറ്റീവ് എനർജിയിലും ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ നിങ്ങൾ തളരാതിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ മഹാദേവന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സ് ശാന്തമായിട്ട് വെക്കുക. കാരണം ഇങ്ങനെ ഒരു സമുദ്രം പോലെ, ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമുദ്രം പോലെ നിങ്ങളുടെ മനസ്സിനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ അത്രമേൽ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചലഞ്ചസിനൊക്കെ, ഈ ഒരു വെല്ലുവിളികളെല്ലാം നിങ്ങൾ ശാന്തമായിട്ട് സമാധാനമായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടുക. നിങ്ങളുടെ കൂടെ ഇവിടെ ഉറപ്പാണ്, നിങ്ങളുടെ കൂടെ ഭഗവാൻ ഈശ്വരൻ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അവരെ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾക്ക് കൂട്ടായിട്ട് അവരുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ന്യായമാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ വ്യക്തിയെ താമസിക്കാതെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും.
നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, ഇവിടെ മഹാദേവൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി, നിങ്ങളെ ആശ്രയിച്ച് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ആ ഒരു പ്രശ്നം ഒരിക്കലും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ കാരണം എഫക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്വബോധം വീണ്ടെടുത്ത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഈ ഒരു പ്രശ്നം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രശ്നം, നിങ്ങൾ എങ്ങനെയൊക്കെയാണോ വിഷമാവസ്ഥ അനുഭവിക്കുന്നത്, അതൊക്കെ മാറുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തി എങ്ങനെയായിരുന്നു നിങ്ങളെ നേരത്തെ സ്നേഹിച്ചിരുന്നത്, അതുപോലെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ ഒരു ന്യൂ സ്റ്റാർട്ട്, അതായത് ഒരു പുതിയ ഒരു തുടക്കം തന്നെ ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ശാന്തമായതിനു ശേഷം സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം തന്നെ നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒത്ത് സന്തോഷകരമായിട്ടുള്ള, നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ ഭാര്യ ആവട്ടെ, സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുമൊത്ത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകും. നിങ്ങളുടെ കല്യാണത്തിന് അവരുടെ വീട്ടുകാരെല്ലാം സമ്മതിച്ച് തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു കല്യാണം തന്നെ നിങ്ങൾക്ക് നടക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വെല്ലുവിളിയായിട്ട് നിന്നത്, നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് നിന്നത്, അതെല്ലാം എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു നിങ്ങൾക്കുള്ളത്, അതെല്ലാം ഭഗവാൻ മഹാഗണപതി അതെല്ലാം അകറ്റി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ട് നിറയ്ക്കുക. ഭഗവാൻ നിങ്ങളുടെ ചുറ്റിന് നിൽക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു റിച്വലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആവട്ടെ, നിങ്ങളുടെ ഭാര്യയുടെ ആവട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയുടെ ആവട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആവട്ടെ, മനസ്സിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ പറയട്ടെ, ഒരിക്കലും ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇത് സാധാരണ ഒരു സിമ്പലോ റിച്വലോ അല്ല. നിങ്ങളിതിനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. പണി കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു പണി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം ന്യായമാണെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയെ തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വളരെ വലിയ ദോഷമുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം നിഷ്കളങ്കവും നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിശ്വാസത്തോടുകൂടി ഉള്ളതാണെങ്കിൽ ഈ ഒരു റിച്വൽ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ ചെയ്യുവാൻ വേണ്ടി ആവശ്യം കറുത്ത കളറിലെ പേനയും വെള്ള കളറിലെ ബുക്കുമാണ്. നിങ്ങൾ മനസ്സൊക്കെ കാം ആൻഡ് ക്വയറ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു 4 പേപ്പറിൽ ഇത് ചെയ്യാം. നിങ്ങൾ ഈ 4 പേപ്പറിൽ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ആവശ്യം ഒരെണ്ണമായിരിക്കണം. ഒരാവശ്യം മാത്രം നിങ്ങൾ പറയുക. അത് ആ ഒരു ആവശ്യം നിങ്ങൾക്കറിയാമല്ലോ, അത് മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സിമ്പൽ പോലെ നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ഇത് ചാർജ് ചെയ്തെടുക്കണം. ഈ ചാർജ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു ആഗ്രഹം നിറഞ്ഞ എനർജിയെ ഈ ഒരു സിമ്പലിലൊക്കെ നിങ്ങൾ പാസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷനിലാവുകയുള്ളൂ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് അതിനകത്ത് വെക്കുക. അതിൻ്റെ പുറത്ത് തന്നെ ലെഫ്റ്റ് ഹാൻഡും വെക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഈ ഒരു സിമ്പലിൻ്റെ അടുത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം വേണം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ഈ ഒരു റിച്വൽ, ഈ ഒരു സിമ്പൽ കാണുന്നുണ്ടല്ലോ, അതിനോട് നിങ്ങൾ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആഗ്രഹം അതൊരു എനർജി ആയിട്ട് നിങ്ങളുടെ കൈകളിൽ നിന്നും പാസ് ചെയ്ത് ഈ ഒരു സിമ്പലിലേക്ക് തന്നെ ഇറങ്ങുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കണം. ഇതുപോലൊരു 4 പേപ്പറിൽ നിങ്ങൾ ചെയ്യുക. ഒരെണ്ണം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കാനും, ഒരെണ്ണം നിങ്ങളുടെ ബുക്കിനകത്ത് സൂക്ഷിക്കാനും, ഒരെണ്ണം നിങ്ങളുടെ മേശയ്ക്കകത്ത് സൂക്ഷിക്കാനും, ഒരെണ്ണം നിങ്ങളുടെ തുണിയൊക്കെ വെക്കുന്ന നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇത്
പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ വ്യക്തമായിട്ട് മനസ്സിലാകണം, അതിന് വ്യക്തമായിട്ട് പരിഹാരം അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായി പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറഞ്ഞു തരുന്നതാണ്. അതല്ല ഇവിടെയാണ് പരിഹാരം ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെയും ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതിനെല്ലാം കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.